ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്ത് വീഡിയോ ശ്രീകുട്ടിയെ? എന്താണ് ഇട്ടുന്നത്? ഉള്ളിവട. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഒരു ചെറിയ ഉള്ളിവടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഉള്ളിവടൻ്റെ വീഡിയോ ഒന്ന് കണ്ടുവരി, എന്നിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഉള്ളിവടയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളിവടയാണല്ലേ. അപ്പോൾ ആ ഉള്ളിയൊക്കെ തോല് പൊളിക്കുകയാണ് ഞാൻ. ഒരു 3-4 ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം, ഒരു ഹാഫ് ഉള്ളി, അങ്ങനെ ഒരു 4.5 കഷ്ണം ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കടയിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ മൈദ ഇല്ലായിരുന്നു. അപ്പം മൈദയും പിന്നെ ഓയിലും കുറവാണ്. അപ്പോൾ ഓയിലും മൈദയും പോയിട്ട് കടയിൽ പോയി അങ്ങനെ വന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ഡ്രസ്സ് തന്നെ ഇട്ട് എന്നാൽ വീഡിയോ ചെയ്യാമല്ലോ വിചാരിച്ച്. അപ്പം ഞാൻ ഉള്ളിയൊക്കെ അങ്ങനെ അരിയാണ്. അതിനിടയ്ക്ക് കണ്ണൻ നീക്കുന്നുണ്ട് കേട്ടോ. കണ്ണന് കുറച്ച് നേരം ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് അങ്ങനെ നീച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ശ്രീകുട്ടിൻ്റെ ബസ് ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഓണടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ബസ് വരുന്നുണ്ടോ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഉള്ളി ഇങ്ങനെ അരിയട്ടെ. എൻ്റെ കണ്ണൊക്കെ നല്ല നീർന്നുണ്ടാകുമ്പോൾ നല്ല നീർന്നുണ്ട്. കുറേ ഞാൻ കണ്ണ് കൂട്ടി ഇങ്ങനെ ഇരിക്കും, പിന്നെ ഞാൻ ഉള്ളിരിക്കും, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് വേണം, പിന്നെ ഇഞ്ചി വേണം, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ എന്താ പറയുക, പെരുംജീരകം. അപ്പം ഞാൻ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ അങ്ങനെ വേർതിരിക്കട്ടെ കൈ കൊണ്ട്. ചുട്ടു പിടിക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് കൈ കൊണ്ട് ഞാൻ നല്ല വേർതിരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലാട്ടോ ഇട്ടത്. അപ്പോൾ പിന്നെ ആ ഉള്ളിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ആക്കുന്നുണ്ട്, എന്നാലേ ആ ഉള്ളി ഒന്ന് കുഴഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഉള്ളി ഒന്ന് കുഴച്ചിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. എന്നിട്ടൊരു 10-15 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ പച്ചമുളക്, ഇഞ്ചി, പിന്നെ പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാക്കണത്. അപ്പോൾ ഞാൻ ആ ഉപ്പ് നല്ലോണം ഒന്ന് ഇതായിക്കോട്ടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ കറിവേപ്പില ഞങ്ങൾ തൊടിയിൽ തന്നെ ഉണ്ട് ഒരു കറിവേപ്പിലിൻ്റെ മരം. അപ്പോൾ അവിടെ പോയിട്ട് കറിവേപ്പില പറിച്ച് അങ്ങനെ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഈ ഒരു 4 സാധനങ്ങൾ ഞാൻ അങ്ങനെ വെക്കാൻ കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഞാൻ ജീരകം നല്ല പൊടിച്ചിട്ടില്ല കേട്ടോ, ചതച്ചിട്ടുള്ളേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഉപ്പ് ഈ ഇതിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിള്ളേരുള്ളല്ലേ, പിന്നെ അധികം എരിവും വേണ്ടല്ലോ വിചാരിച്ചിട്ട് പച്ചമുളകാകെ ഞാൻ 3-4 ഇട്ടിട്ടുള്ളൂ. പിന്നെ ആ മിക്സ് ഞാൻ നല്ല മിക്സ് ആക്കുന്നുണ്ട്. ആ ഉപ്പ് നല്ല താവുന്നതുകൊണ്ട് നല്ല മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ വീട് പണി എന്ന് വെച്ചാൽ പണിക്കാരുണ്ട്. അപ്പോൾ പണീൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവരോരോ മെഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ ഒരു കാലുമല്ല അരയല്ല, അതിനെക്കാട്ടും കാലിൽ കുറച്ച് കൂടുതൽ, എന്നാലും അരയല്ല അത്ര മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ എന്ന് പറയാം, അത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി ഇടാറില്ല. പിന്നെ പച്ചമുളക് ഒരു 3-4 പിന്നെ പണിക്കാരൊരു 10-12 പണിക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടേ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിവട. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടെന്ന് വെച്ചാൽ അവർ വലിയ ആൾക്കാരല്ല, അപ്പോൾ എരിവ് കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് എരിവ് നോക്കിയപ്പോൾ എരിവ് ഒന്നും അധികമില്ല. അപ്പോൾ എന്തായാലും പിള്ളേർക്കും കൂടി ഇതാവാമല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ മുളക് പൊടി ചേർത്ത് കേട്ടോ. ശരിക്കും ഞാൻ മുളക് പൊടി ചേർക്കാറില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പച്ചമുളക് കൊണ്ട് മാത്രമാണ്, ആ പച്ചമുളകിൻ്റെ എരിവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാക്കുന്നത്. അങ്ങനെ അത് കുഴച്ച് വെച്ച് പിന്നെ ഇതിലേക്ക് ഞാൻ വാങ്ങിയിട്ട് വന്ന ഞാൻ അര മൈദ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലോണം ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് നല്ലപോലെ ആവാനിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് നല്ല ഇളക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് എന്തായാലും ഇളക്കി എനിക്കൊരു ശരിയാവില്ല, അതൊരുവിധം ആൾക്കാർക്ക് ശരിയാവില്ല. എനിക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് റെഡിയായി കഴിഞ്ഞ് ആ ഒരു ഉള്ളിവടയ്ക്കുള്ളൊരു പരുവാണ് റെഡിയായി കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഞാനിതാ അടുപ്പത്ത് പിന്നെ പാൻ വെച്ചു. ആ പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് നമ്മൾ ഓയിലാണ്, ഞങ്ങളിവിടെ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഓയിൽ ഇതാക്കുന്നുണ്ട്. ഇങ്ങനത്തെ പാനായതുകൊണ്ട് ഫ്രൈ പാനാണ്. അപ്പോൾ ഇങ്ങനത്തെ പാനായതുകൊണ്ട് അധികം മുങ്ങാത്ത സൈസ്. നമ്മൾ ഓയിൽ ഒഴിച്ചാലും അധികം മുങ്ങൂല. അതിൻ്റെ അടിഭാഗം മാത്രം മുങ്ങുള്ളൂ. ആ ഒരു ഇതിലാണ് കേട്ടോ ഓയിൽ ഒഴിക്കുന്നത്. പിന്നെ കൂടുതൽ ഓയിൽ ഒഴിച്ചാൽ പുറത്തേക്ക് നമ്മൾ മറിച്ചിടുമ്പോൾ പോവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ തുള്ളി ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/4 ഭാഗം ഓയിൽ, ആ പാത്രത്തിന് ഒരു 1/4 ഭാഗം ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ ഇതിൽ ഞാൻ
ഇത് വെക്കുന്നുണ്ട്, എന്താ പറയുക, അപ്പുറത്തെ പാത്രത്തിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരിലുണ്ട് ഞാൻ വലിയ ചായപാത്രം കേട്ടോ വെച്ചത്. ശരിക്കും അത് ഞങ്ങൾ ചൂടുവെള്ളത്തിന് ഉപയോഗിക്കണ പാത്രം കേട്ടോ. അപ്പോൾ ഞാനിവർ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വലിയ പാത്രം തന്നെ വെച്ചേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇടാലോ വിചാരിച്ചു. അപ്പോൾ അത് കൈ കൊണ്ട് നിൽക്കണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പൂൺ എടുത്തിട്ടാണ് പിന്നെ ഇത് ഇടണത് കേട്ടോ. അപ്പോൾ എണ്ണ നമ്മൾ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലിലേക്ക് ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ വീഴുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കൈ കൊണ്ട് കുറച്ച് ഇടാമല്ലോ വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ടത്. ശരിക്കും കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇടാനുള്ള ഒരു ഇതേന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ മൈദ ആയതുകൊണ്ട് 2 കൈ കൊണ്ട് ഒട്ടി പിടിക്കുക. അപ്പം ഞാൻ പിന്നെ നമ്മളൊരു കൈ കൊണ്ട് മാത്രം ഇതാക്കിയിട്ട് ഇങ്ങനെ ഇട്ടേന്ന്. അങ്ങനെ ഒരു 5-6 എണ്ണം ആ പാനിൽ അത്യാവശ്യം കൊള്ളുന്ന ഒരു 5-6-7 എണ്ണറ്റം പോലും കൊള്ളും തോന്നുന്നത്. അത്രയും ഞാനങ്ങനെ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരുവിധം ഓയിൽ മുകളിലേക്ക് തട്ടണില്ല, കുറച്ച് ഓയിലേ തട്ടണുള്ളൂ. ബാക്കിയുള്ള ഓയിൽ മുകളിലേക്ക് തട്ടണില്ല. അപ്പോൾ പിന്നെ ഇടുമ്പോൾ ഞാൻ അങ്ങനെ സ്പൂൺ കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ മറിച്ച് കൊടുത്ത് ഇങ്ങനെ നല്ലോണം ഓയിൽ മുകളിലേക്കും കൂടി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനങ്ങനെ ആ ഒരു പാൻ നിറച്ചിട്ട് വെക്കുന്നുണ്ട് ചെറിയതായിട്ട്. ശരിക്കും ഉള്ളിവടൻ്റെ ഷേപ്പൊന്നുമല്ല കിട്ടണം കേട്ടോ. ഞാൻ ഷേപ്പില്ലാതെയാണ് ഈ ഉള്ളിവട ഉണ്ടാക്കുന്നത്. കണ്ടോ, ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇടണമെന്നുള്ളൂ. ഞാനാദ്യം ആ സ്പൂൺ കൊണ്ട് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ശരിയായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് ഇടണുള്ളൂ. നമ്മൾ മൈദ ആയതുകൊണ്ട് പറയുന്നുണ്ടല്ലോ, നമുക്ക് വേഗം ഒട്ടിപ്പിടിക്കുന്ന ഒരു സൈസും കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് അപ്പോൾ പിന്നെ ഒരു ഭാഗം വെന്ത് അപ്പുറത്തെ ഭാഗത്താ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞോട്ട് വിചാരിച്ചിട്ട് ഒന്ന് കുറച്ച് കളറൊക്കെ വെച്ചിട്ട് എന്നാൽ അധികം നമ്മൾ മൊരിക്കേണ്ട. അപ്പോൾ അധികം മുന്നൊരു എന്താ പറയുക, കരിഞ്ഞ ചോയ വരും. അപ്പോൾ അധികം മൊരിക്കാതെ ഞാൻ ആവശ്യത്തിനൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനത്തെ പാത്രത്തേക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് പാത്രത്തേക്ക് അയക്കണ്. അതിലൊന്ന് ഞാൻ കഴിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, എരിവും പാകമാണ്, ഉപ്പും പാകമാണ്, പിള്ളേരും തിന്നോളും. പിന്നെ ഇടയ്ക്ക് പിള്ളേർക്ക് എന്താ പച്ചമുളകിൻ്റെ കടി കിട്ടുമ്പോഴാണ് എരിവ് അറിയുക. എല്ലാതും എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവർക്ക് പണിക്കാർക്കൊക്കെ ഞാൻ അങ്ങനെ ചായ കൊണ്ടുകൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ 10 പേരുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ട് മുകളിലേക്ക് ഒരു ട്രിപ്പും താഴത്തേക്ക് ഒരു ട്രിപ്പും അങ്ങനെ ഭാഗമായിട്ടാണ് ഞാനിത് ചായയും ഈ ഉള്ളിവടയൊക്കെ കൊടുത്തത്. അങ്ങനെ അവരെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആയി കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ബാക്കി ഞാൻ ഏച്ചിനോട് പറഞ്ഞ് ഏച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏച്ചിയായിട്ട് ബാക്കി ഉണ്ടാക്കുന്ന ഉള്ളിവട. പിന്നെ ബാക്കി ഏട്ടന് കുറച്ച് എടുത്ത് വെച്ച് ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഇതും കൂടി ഏച്ചി വറുത്ത് കോരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഏച്ചി ഇടുമ്പോൾ ശ്രീകുട്ടി അത് ഇടയിൽ വന്നിട്ട് കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏച്ചി പറഞ്ഞിട്ട് കൈമയ്ക്ക് വെണ്ണ ഉറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളത് പറഞ്ഞ് ഞാൻ ചൂടാറിയത് എടുക്കണുള്ളൂ പറഞ്ഞിട്ട് എടുത്ത് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കെച്ചപ്പ് ഉണ്ടായിരുന്നു, അമ്മമാർ മയോണൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കെച്ചപ്പും മയോണൈസും കൂട്ടി പിള്ളേർക്ക് കഴിക്കാമല്ലോ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ശ്രീകുട്ടും ചിന്നുട്ടി പൊന്നുട്ടി കണ്ണുണ്ട്. കണ്ണവിടെ പിന്നെ എന്തോ വെള്ളം ടേബിൾ വെച്ചിട്ട് അതുകൊണ്ട് കളിക്കുന്നു കേട്ടോ. പിന്നെ അതൊക്കെ തുടച്ച് പിന്നെ എല്ലാവരും കൂടി കഴിച്ചു നോക്കുകയാണ്. ചെയ്യുമ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നത്. ഞാൻ ആ മൈദ ആ മിക്സിലേക്ക് എന്ന് വെച്ചാൽ ആ ഉള്ളിവടൻ്റെ മിക്സിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കുറേ ഓയിൽ ഒഴിക്കേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒഴിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ മൈദ വെച്ചതാക്കുകയാണെങ്കിൽ ആ മൈദ ആ എണ്ണ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അത് എണ്ണ കൂടുതൽ കുടിക്കും. അപ്പം ഞാൻ ഈ ഗോതമ്പ് പൊടി ഇട്ടുകൊണ്ട് അധികം എന്തൊക്കെ ഓയിൽ ചിലവും കൂടി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ആ കാര്യം പറയാനുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ഒന്നുകൂടി പറയണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി നോക്കുക, എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.